ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സമര പ്രചാരണമാണ് 1920 ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ആരുടെ നാവികസേനാ തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ? ഓപ്ഷൻ എ ആണ് ഉത്തരം. സാമൂതിരി. മൂന്നാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്ന് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1946. നാലാമത്തെ ചോദ്യം, ആദ്യമായി റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഐസക് ന്യൂട്ടൺ. അഞ്ചാമത്തെ ചോദ്യം, പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏകാത്മക വിസ്തരം. ആറാമത്തെ ചോദ്യം, ഏത് സംയുക്തം ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. മെർക്കുറിക് ഓക്സൈഡ്. ഏഴാമത്തെ ചോദ്യം, 1 ഗ്രാം പദാർത്ഥത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഊർജത്തിന്റെ അളവാണ് ഡാഷ് എന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്പെസിഫിക് ഹീറ്റ്. എട്ടാമത്തെ ചോദ്യം, ചാന്നാളകള എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാന്യമായി വസ്ത്രം ധരിക്കുന്നതിന് അവകാശത്തിലാണ്. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്വാതി തിരുനാൾ. പത്താമത്തെ ചോദ്യം, ഒരു വസ്തുവിന് ചൂട് കൂടുന്തോറും അതിൽ നിന്ന് വികിരണം ചെയ്യപ്പെടുന്ന ഊർജത്തിന്റെ അളവ് കൂടുതലും വികിരണത്തിന്റെ തരംഗദൈർഘ്യം കുറവുമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്ലാങ്ക് നിയമം. 11ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ് എന്ന ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഖിലാഫത്ത്. 12ാമത്തെ ചോദ്യം, പ്രസ്താവന പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഭാരവും സാന്ദ്രതയും കൂടുതലായതിനാൽ തണുത്ത വായു താഴ്വരയിലെ ചൂട് വായുവിനിടയിൽ കുമിഞ്ഞുകൂടും. രണ്ടാമത്തെ പ്രസ്താവന, വായു നിർഗമനം എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ വിളകളെ ഹിമപാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രസ്താവന 1, 2 ശരിയാണ്. അടുത്ത 13ാമത്തെ ചോദ്യം, പാർലമെന്റ് അംഗമായ ആദ്യ മലയാളി വനിത ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആനി ബെസന്റ്. 14ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ നിലവിലിരുന്ന ദേവദാസി സമുദായം നിർത്തലാക്കിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. സേതു ലക്ഷ്മിബായ്. 15ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കസ്? ഹോർത്തൂസ് മലബാരിക്കസ് ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡച്ചുകാരുടെ സംഭാവന. 16ാമത്തെ ചോദ്യം, കോട്ടയത്തെ CMS പ്രസ് സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബെഞ്ചമിൻ ബേലി. അടുത്ത 17ാമത്തെ ചോദ്യം, താപവീര്യവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്ന നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ, താപവരീയന സംഭവിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ്. രണ്ടാമത്തെ പ്രസ്താവന, തെളിഞ്ഞ ആകാശവും നിശ്ചലമായ വായുവുമുള്ള ദീർഘമായ ശൈത്യകാല രാത്രിക്ക് ഇതിനെ അനുയോജ്യമാണ്. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ താപവരീയം വർഷത്തിലുടനീളം സാധാരണമാണ്. ഇതിലെല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. അടുത്ത 18ാമത്തെ ചോദ്യം, സാധാരണയായി ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറഞ്ഞു വരും. ഇതിന് നേർ വിപരീതമായി ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് താപവിപരീയം. ഓപ്ഷൻ സി. 19ാമത്തെ ചോദ്യം, സർദാർ കെ പണിക്കർ ആരംഭിച്ച ദേശീയ പത്രം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹിന്ദുസ്ഥാൻ ടൈംസ്. ഓക്കെ. അടുത്ത 20ാമത്തെ ചോദ്യം, 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലായനി. അടുത്ത 21ാമത്തെ ചോദ്യം, ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉച്ചലിത വൃഷ്ടി. അടുത്ത 22ാം ചോദ്യം, IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട
വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, നോട്ട് ത്രെഡഡ്. 23ാമത്തെ ചോദ്യം, മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹിമാചൽ പ്രദേശ്. 24ാമത്തെ ചോദ്യം, ദ്രവ്യത്തിന്റെ അവസ്ഥ മാറ്റത്തിൽ താപം ആഗിരണം ചെയ്യപ്പെടുമെങ്കിലും താപനില മാറാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗുപ്ത താപം, ലാറ്റന്റ് ഹീറ്റ്. അടുത്ത 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് സംഘടനയാണ് നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിനായി നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, യോഗക്ഷേംസ്. വീട്ടുപടത്തിലും യോഗക്ഷേംസ്. മാർക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത എക്സാമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.